ഹലോ ഫ്രണ്ട്സ്, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ചേമ്പ് എങ്ങനെ കൃഷി ചെയ്യുന്നതെന്നോ, നമ്മൾ ചേമ്പൻ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് ഞാൻ ഒരു ചേമ്പ് കിളച്ച് നോക്കുകയാണ്. നമുക്ക് തുടങ്ങാം. അതേ തണ്ടെല്ലാം വെട്ടി മാറ്റുക. ഈ തണ്ടൊക്കെ നല്ലതാണ്. തണ്ടും തോരൻ വയ്ക്കുന്നവരുണ്ട്, കറിയൊക്കെ വയ്ക്കാം. സാമ്പാറിനൊക്കെ ഇടുന്നവരുണ്ട്, അല്ലാതെ ചേമ്പ് തണ്ട് കറി വെക്കുന്നവരുണ്ട്. നല്ലതാണ് ചേമ്പൻ തണ്ട്. എൻ്റെ പണിയായുധം കണ്ടല്ലോ. ദൂരം മാറ്റി കളഞ്ഞത്. ഇതിനാ പറഞ്ഞാൽ ദൂരം മാറ്റി കളയണമെന്ന്. അങ്ങനെ വിത്തുകൾ കിട്ടും. ഒരു മൂട് ചേമ്പിൽ നിന്ന് കിട്ടിയതാണിത്, എൻ്റെ വിത്തുകൾ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഈ സാധനം ഉണ്ടല്ലോ, ഇത്രയും സാധനം അത് നമ്മൾ കട്ട് ചെയ്യണം. ഇതാണ് നടുന്നത്. ഇവിടെ ഇതും എടുക്കാം, ഈ സാധനം എടുക്കാം. അതാണ് അതിന് ചെമ്പ് വിത്തെന്ന് പറയുന്നത്. കുംഭമാസത്തിലാണ് നടുന്നത്. നമ്മളിത് കിളച്ചതിന് ശേഷം ഇത് മണ്ണിൽ തന്നെ അങ്ങ് കുഴിച്ചിട്ടേക്കും. കുംഭമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതെടുത്തിട്ട് നമ്മളിതിന് വലിയ വിത്താണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടായിട്ടങ്ങ് കീറണം. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഓരോ ഭാഗം അയ്യൊക്കെ കിളച്ചൊരുക്കിയതിന് ശേഷം ഇതേപോലെ ഒരു തടവെടുക്കണം. ഇപ്പോൾ നമ്മളെടുത്ത തടം പിന്നെ കാണിക്കുകയാണ്. തടവെടുത്തതിന് ശേഷം ഇതിന് ചാമ്പലോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് നല്ലതുപോലെ ഇട്ട് അറയണം. ഈ കുഴി നല്ലതുപോലെ അറിഞ്ഞതിന് ശേഷം ഈ വിത്ത് അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇറക്കി വെക്കണം. ഇറക്കി വെക്കും. ഇത് വേറെല്ലാം എടുത്ത് കളയണം. അപ്പോൾ നല്ലതുപോലെ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് നല്ലതുപോലെ മൂടി ഞാനിപ്പം വളമൊന്നും ഇട്ടിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെയ്തോണം. നമ്മൾ ഇഞ്ചി നട്ടതുപോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വലിയ തടമായിരിക്കണമെന്ന് മാത്രം. അതിൻ്റെ മേളിലും കുറച്ച് ചാമ്പല ചാണകം വേറെയിട്ട് കരിയിലായിട്ട് മൂടി ഇട്ടേക്കണം. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അത് കിളിച്ച് വരും. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി വളമൊക്കെ ഇട്ടിട്ട് അത് വെട്ടിയടുപ്പിച്ച് ഇട്ടേക്കണം. ഇത് ഇതേപോലെ വൃശ്ചിക മാസം ആകുമ്പോൾ നമുക്ക് കളയാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഇതേപോലെ കൃഷി ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും. നന്ദി, നമസ്കാരം.